ജാം വെച്ചിട്ടുണ്ടാക്കാൻ പറ്റുന്ന നല്ലൊരു കേക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത്. അപ്പോൾ എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. അപ്പോൾ ഈ ഒരു കേക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഫസ്റ്റ് വേണ്ടത് ജാമാണ്. അപ്പോൾ നിങ്ങളെ കയ്യിലുള്ള ഏത് ജാം വേണമെങ്കിലും എടുക്കാം. ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത് മിക്സ്ഡ് ഫ്രൂട്ട് ജാമാണ്. അപ്പോൾ ഈ ഒരു ജാം നമുക്കൊരു അരക്കപ്പ് വേണം. അരക്കപ്പ് ജാം നമുക്ക് ഈ ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. ഇത് റൂം ടെമ്പറേച്ചറുള്ളതായിരിക്കാൻ ശ്രദ്ധിക്കണേ. തണുത്ത ജാം എടുക്കരുത്. നമ്മൾ ഇതിലിനി വേറെ ഷുഗർ ഒന്നും ചേർക്കുന്നില്ലേ. ഈ ഒരു ജാമിൻ്റെ മധുരം മാത്രമായിരിക്കും നമ്മുടെ ഒരു കേക്കിന് ഉണ്ടാവുക. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കാം. ഈ ബേക്കിംഗ് സോഡയും കൂടി ചേർത്ത് കൊടുത്തിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഒരു ഹാൻഡ് വിസ്ക് വെച്ചോ സ്പൂൺ വെച്ചോ എന്തെങ്കിലും ഒന്ന് വെച്ച് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ ഈ ജാമിൻ്റെ കളറൊക്കെ ഒന്ന് മാറി വരും. കണ്ടില്ലേ, ഇതുപോലെ മിക്സ് ചെയ്തെടുക്കുക. അപ്പം നമ്മൾ ഇതിൽ പൈനാപ്പിൾ ജാമോ അതുപോലെ ബ്ലൂബെറി ജാമൊക്കെയാണ് ചേർക്കുന്നുണ്ടെങ്കിൽ ആ ഒരു ഫ്ലേവറുള്ള കേക്കാണ് നമുക്ക് കിട്ടലേ. അപ്പോൾ ഇതിവിടെ മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് 3 മുട്ട പൊട്ടിച്ചൊഴിച്ച് കൊടുക്കാം. മുട്ടയും റൂം ടെമ്പറേച്ചറിലുള്ള മുട്ട എടുക്കാൻ ശ്രദ്ധിക്കുക. ആ മുട്ടയും കൂടി ചേർത്തിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. മുട്ട നല്ലതുപോലെ പതഞ്ഞ് പൊങ്ങി വരുന്നവരെ മിക്സ് ചെയ്തെടുക്കണേ. ഹാൻഡ് വിസ്കിന് പകരം ഇലക്ട്രിക് ബീറ്റർ ഉപയോഗിച്ചിട്ട് നമുക്കിത് ബീറ്റ് ചെയ്തെടുക്കുക. അങ്ങനെയാകുമ്പോൾ പെട്ടെന്ന് ആയി കിട്ടും. ഇനി ഇതിലേക്ക് നമുക്കൊരു 1/4 കപ്പ് വെജിറ്റബിൾ ഓയിൽ ചേർത്ത് കൊടുക്കാം. വെജിറ്റബിൾ ഓയിലിന് പകരം സൺഫ്ലവർ ഓയിലും എടുക്കാം. ഇതും കൂടി ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഒരുപാടങ്ങ് മിക്സ് ചെയ്യേണ്ട ആവശ്യമില്ല. ആ ഓയിലൊന്ന് ഇത് മുട്ടയായിട്ടൊന്ന് മിക്സ് ആകുന്നവരെ ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഇത്രയും മതി. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു പിഞ്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ആ ഉപ്പ് കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത് മൈദയാണ്. അപ്പോൾ 1 കപ്പ് മൈദയാണ് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത്. മൈദയും കൂടി ചേർത്തിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് ഫോൾഡ് ചെയ്തെടുക്കുക. മൈദ ഇതുപോലെ ഡയറക്റ്റ് ചേർക്കാതെ ഒരു അരിപ്പയിലൂടെ അരിച്ചിട്ട് ചേർക്കുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഇത് മിക്സായി കിട്ടുമേ. ഞാനത് വിട്ടുപോയതാണ്. ഞാൻ ഡയറക്റ്റ് ഇതിലേക്ക് തന്നെ ഇട്ടിട്ട് കുറച്ച് ടൈം എടുത്തു ഇത് ഫോൾഡ് ചെയ്ത് കിട്ടാൻ വേണ്ടി. നിങ്ങൾ ചെയ്യുമ്പോൾ അരിപ്പയിലൂടെ അരിച്ചിട്ട് ചേർത്ത് കൊടുത്താൽ മതി. ഇനി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് കുറച്ച് ട്യൂട്ടി ഫ്രൂട്ടിയാണ്. ഇതിന് പകരം നട്ട്സും എടുക്കുക. ഏത് നട്ട്സ് വേണമെങ്കിലും എടുക്കാം. അതിലേക്ക് 1 ടീസ്പൂൺ മൈദ ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. കേക്ക് ബേക്കായി വരുമ്പോൾ ഇത് താഴെ പോയി നിൽക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ചെയ്യുന്നത്. ഇതെല്ലാവർക്കും അറിയുന്നതായിരിക്കും. റൈസിൻസോ ഡേറ്റ്സ് ചോപ്പ് ചെയ്തതോ എന്ത് വേണമെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു കേക്കിൽ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ചേർക്കുമ്പോൾ കുറച്ച് ഇതുപോലെ മൈദ ചേർത്തിട്ട് മിക്സ് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഒന്ന് മെല്ലെ ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കാം. ഇനി ഒരുപാടങ്ങ് ഓവർ മിക്സ് ചെയ്യരുത്. ഈ ഒരു ടൈമിൽ തന്നെ നമ്മുടെ ഓവൻ പ്രീഹീറ്റ് ചെയ്യാൻ വെക്കണേ. 180 ഡിഗ്രിയിൽ പ്രീഹീറ്റ് ചെയ്യാൻ വെക്കണേ. ഇനി ഗ്യാസ് സ്റ്റോപ്പിലാണ് വെക്കുന്നുണ്ടെങ്കിൽ ആ കേക്ക് ബേക്ക് ചെയ്യുന്ന ആ ഒരു പാത്രം ഒരു 10 മിനിറ്റെങ്കിലും ഒന്ന് മീഡിയം ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് ചൂടാക്കി എടുക്കുക. അപ്പോൾ ഞാനിവിടെ കേക്ക് ടിന്നൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ബേക്കിംഗ് പേപ്പറൊന്നും വെച്ചിട്ടില്ല. ഇതിൽ ആദ്യം ഓയിൽ തടവിയിട്ട് മൈദ ഡസ്റ്റ് ചെയ്തതാണ്. അതിൻ്റെ നടുവിലായിട്ട് ഒരു സ്റ്റീൽ ഗ്ലാസ്സിന് കുറച്ച് ഓയിൽ തടവിയിട്ട് അതും കൂടി ഒന്ന് വെച്ച് കൊടുത്തിട്ടുണ്ട്. കേക്ക് ഒരു നല്ലൊരു ഭംഗി കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇനി നമ്മുടെ ബാറ്റർ ഒഴിച്ചു കൊടുക്കുക. ഇങ്ങനെ ചുറ്റുമൊന്ന് ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് ടാപ്പ് ചെയ്തെടുക്കുക. ഈ ഒരു കേക്കിന് ഫ്രോസ്റ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ക്രീം വെച്ചിട്ടൊന്നും ഫ്രോസ്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. നമുക്കിത് ചായയുടെ കൂടെ വെറുതെ കഴിക്കാൻ തന്നെ നല്ല ടേസ്റ്റ് ആയിട്ടുള്ളൊരു കേക്കാണ്. ഇതിൽ വേറെ എസൻസോ അതുപോലെ വേറെ ഒന്നും നമ്മളിതിൽ ചേർക്കുന്നില്ല. ആ ഒരു മിക്സ്ഡ് ഫ്രൂട്ട് ജാം ചേർത്തുകൊണ്ട് തന്നെ ആ മിക്സ്ഡ് ഫ്രൂട്ട്സ് ജാമിൻ്റെ ആ ഒരു നല്ലൊരു ഫ്ലേവറാണ്. നിങ്ങൾക്ക് ജാം ഇഷ്ടമാണെങ്കിൽ എന്തായാലും ഈ ഒരു കേക്ക് ഇഷ്ടമാവും. ഇനി ഇത് നമുക്ക് നമ്മുടെ പ്രീഹീറ്റ് ചെയ്ത ഓവനിൽ 35 മിനിറ്റ് മുതൽ 40 മിനിറ്റ് വരെയെങ്കിലും ബേക്ക് ചെയ്തെടുക്കാം. ഗ്യാസ് സ്റ്റോപ്പിലാണെങ്കിൽ ഒരു 40 മിനിറ്റൊക്കെ ആകുമ്പോൾ ചെക്ക് ചെയ്ത് നോക്കുക. അങ്ങനെ കണ്ടില്ലേ, ഒരു 35 മിനിറ്റിന് ശേഷം തന്നെ നമ്മുടെ കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ലതുപോലെ തണുത്തതിന് ശേഷം നമുക്ക് ഡീമോൾഡ് ചെയ്തെടുക്കാം. ഇതിപ്പോൾ ഫുള്ളായിട്ട് തണുത്തിട്ടൊന്നുമില്ല, ചെറുതായിട്ടൊന്ന് ചൂടാറിയതിന് ശേഷം ഞാൻ ഇത് ഡീമോൾഡ് ചെയ്തതാണ്. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാകുന്നുണ്ടാവും നല്ലതുപോലെ പൊങ്ങി വന്നിട്ടുണ്ട്.
അതുപോലെ നല്ല സോഫ്റ്റുമാണ് കേക്ക്. നമുക്ക് ഈ സൈഡൊക്കെ ഒരു കത്തി വെച്ചിട്ട് ഇതുപോലെ ഒന്ന് വിടുവിച്ച് കൊടുക്കാം. ഇതിപ്പോൾ രണ്ടാമത്തെ തവണയാണ് ഞാൻ ഈ ഒരു കേക്ക് ഉണ്ടാക്കുന്നത്. ഫസ്റ്റ് ആ റെസിപ്പി വീഡിയോ യൂട്യൂബിൽ കണ്ടപ്പോൾ, അതായത് ആ ബേക്കിംഗ് സോഡയും ജാമും മിക്സ് ചെയ്തിട്ട് ഉണ്ടാക്കുന്നത് കണ്ടപ്പോൾ നല്ലൊരു ഇൻട്രസ്റ്റ് തോന്നി. അതുപോലെ തന്നെ ഈസിയാണ്, നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാനും പറ്റും. ഒരുപാട് ചേരുവകളൊന്നുമില്ല, ഇൻഗ്രീഡിയൻസ് ഒന്നും കൂടുതലൊന്നുമില്ല, പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാനും പറ്റും. അപ്പോൾ ഫസ്റ്റ് ഉണ്ടാക്കിയപ്പോൾ തന്നെ എല്ലാവർക്കും ഇഷ്ടമായി, നല്ല ടേസ്റ്റൊക്കെ ഉണ്ടായിരുന്നു, നല്ല സോഫ്റ്റും ആയിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് കൂടി ഈ ഒരു റെസിപ്പി പരിചയപ്പെടുത്താമെന്ന് വിചാരിച്ചിട്ട് വീണ്ടും രണ്ടാമത് ഉണ്ടാക്കിയതാണിപ്പോൾ. എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഈ കേക്കിന് ഒരുപാട് ഓവറായിട്ട് മധുരമൊന്നുമില്ലേ. അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ മധുരം, ഒരുപാട് മധുരം വേണമെന്നുണ്ടെങ്കിൽ ഈ കേക്കിൻ്റെ മുകളിൽ കുറച്ച് ഐസിങ് ഷുഗർ അല്ലെങ്കിൽ ഷുഗർ പൗഡർ ഒന്ന് ഡസ്റ്റ് ചെയ്തെടുത്താൽ മതി, അല്ലെങ്കിൽ ആ ജാമന്നെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്താലും മതി. അപ്പോൾ കണ്ടില്ലേ, നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കേക്കാണ്. നിങ്ങൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, ഫീഡ്ബാക്കൊക്കെ ഒന്ന് അറിയിക്കുക. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക്, ഷെയർ, കമൻറ്റ്സ്, സബ്സ്ക്രൈബ് ഒക്കെ ഒന്ന് ചെയ്യുക. ഇൻഷാ അല്ലാഹ് ഇനി അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെല്ലാവർക്കും താങ്ക് യു. അസ്സലാമു അലൈക്കും.